ഗൈസ്, അപ്പോൾ നമ്മൾ മറൈൻ വേൾഡിൽ പുതിയതായിട്ട് തുടങ്ങിയേക്കണ ഡീപ്പ് വണ്ടേഴ്സ്. അപ്പോൾ 7 വണ്ടേഴ്സ് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു സംഭവം കാണാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോൾ ഇവിടെ മറൈൻ വേൾഡ് ഡീപ്പ് വണ്ടേഴ്സ് എന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ AC ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയ ആൾക്കാർ ഇറങ്ങിയിട്ടാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളൊന്ന് പോയി വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഒരു 8 മണിക്ക് 10 മിനിറ്റ് വരെ നീളുന്ന ഒരു ചെറിയൊരു ട്രിപ്പാണ് അല്ലേ. ഒരു ബോട്ട് പോലെ സംഭവത്തിൻ്റെ അത് കയറിയിട്ട് ഒരു ഗ്ലാസ് ക്യാബിൻ്റെ അകത്താണ് പോണത്. അപ്പോൾ സംഭവം നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണം അല്ലേ. ഇത് എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് അല്ലേ? അപ്പോൾ ഞങ്ങളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണം. എങ്ങനെയുണ്ട് നോക്കാം. ഇത് എന്താണ് അഭിപ്രായം? ഒന്നുമില്ല, എക്സൈറ്റഡ് ആണ്. നോക്കട്ടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ കയറാൻ പോയാണ്. നമ്മളത് ഡീപ്പ് വണ്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറാൻ പറ്റും. വാടും വാ ഇതൊരു ബോട്ടാണെന്ന് വാ ഇല്ലതേ ഇതേ. അപ്പോൾ ഇത് ഇതൊരു ബോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സംഭവം കാണാൻ പറ്റും. വാ പ്രിയ വാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ബട്ടണൊക്കെ ഉണ്ട്. ആ വൈറ്റ് ബട്ടൺ അമർത്തിയാൽ മതി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വേറൊരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 6-7 പേർക്ക് 8 പേർക്ക് കയറാൻ പറ്റുന്നൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ സംഭവം തുടങ്ങിയെന്നാണ്, നമുക്കറിയില്ല. ഒരു മ്യൂസിക്കൊക്കെ വരുന്നുണ്ട്. മുകളിൽ AC ഒക്കെ ഉള്ളൊരു ക്യാബിനാണ് ഇത്. AC ഒക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇടത്തെ കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? ആ, അപ്പോൾ ദേ അവിടെ കാണുന്നുണ്ട്. ആ സംഭവം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ നല്ല സുഖമായിട്ടിരിക്കുക. മമ്മിക്ക് ഭ്രാന്തല്ലേ. ഗൈസ്, അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഇരുന്നാലാണ് ശരിക്കും കാണാൻ പറ്റും. ഇത് അത് കണ്ട വെള്ളം ഉണ്ടത് കണ്ടാ. വെള്ളമാണത്, വെള്ളമാണ്, വെള്ളം തന്നെയാണ്. ഇത് കണ്ട. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ പോവുകയാണ്. ഇതേ നോക്കി. ആ വണ്ടർഫുൾ മമ്മി. അല്ലല്ല, പിരമിഡാണ് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ആദ്യം കാണുന്നത്. കണ്ട പിരമിഡിൻ്റെ മുമ്പിൽ കൂടി നമ്മളിതേ ഒരു മുഖം കാണുകയാണ്. പ്രതിമേട്ടാ. യെസ്, പണ്ടത്തെ ഇത് കാണുന്നുണ്ടല്ലേ. അതേ മീൻ പോണു. അതേ മത്സ്യങ്ങൾ. പിന്നല്ല, മറൈൻ വേൾഡിൽ ശരിക്കുള്ള മീനല്ലേ ഇത്. അവിടെ ഒരു വർക്ക് നടക്കണ്ട കേട്ടോ. ഒരാൾ വർക്ക് ചെയ്യണത് കാണാം. പുള്ളി അത് ക്ലീനാക്കിയാണ് കേട്ടോ. ഇവിടെ ഡെയിലി ക്ലീനാക്കിക്കൊണ്ടിരിക്കുക. ഇതേ ഒരു ബോട്ട്. ഇത് മറ്റേ ടൈറ്റാനിക്കാണോ? ആ, ടൈറ്റാനിക് പൊളിഞ്ഞെടുക്കുന്നു. ചൈന വാളല്ലേ. 7 വണ്ടേഴ്സ് ആണ് ചൈന വാൾ. കൊളോസി അല്ലേ. താജ്മഹൽ ഉണ്ടാവും. ഇതിപ്പോൾ ചൈനയുടെ വൻമതിൽ. നട്ടറല്ലേ, ചൈനയുടെ വൻമതിൽ. ഇതവിടെയൊക്കെ നിറയെ മീൻ കേട്ടോ. മുകളിലൊക്കെ നിറയെ മീനുകളുണ്ട്.
ഓ രസമല്ലേ? അങ്ങനെ പാപ്പനെ കൊണ്ട് ഞാൻ വിചാരിച്ച പുള്ളിക്കിട്ട്, പക്ഷേ ലോങ് ട്രാവൽ പറ്റില്ല എന്ന് പറഞ്ഞോ. ഗൈസ്, അപ്പം ഇത്രയും നേരം നമ്മുടെ ബോട്ട് ഇവിടെ നിർത്തിയേക്കിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കണ്ട. ഇത് നമ്മുടെ ഇതല്ലേ കുത്തബ് മിനാർ. കുത്തബ് മിനാർ അതെന്തിട്ടാണ് പേരറിയോ? ഇത് നോക്കിയ ചൈന വോളൊക്കെ അടിപൊളിയായിട്ട് കാണാല്ലേ? ആ, മറ്റേ ബ്രസീലിലെ ക്രൈസ്റ്റ്. താജ്മഹൽ. ഗൈസ്, അപ്പോൾ താജ്മഹൽ കണ്ടെങ്കിൽ നമ്മൾ
ഇങ്ങോട്ട് മീനില്ല അല്ലേ? നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തെത്തിയില്ലേ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഡോർ ഓപ്പണായി. ഇനി നമുക്ക് പതുക്കെ ഇറങ്ങാം. ഇതാണ് കേട്ടോ നമ്മുടെ പെട്ടകം. വളരെ നൈസായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ഏകദേശം 6 പേര് 7 പേർക്കൊക്കെ കയറാൻ പറ്റിയ നല്ലൊരു പെട്ടകമാണ്. AC ഒക്കെ ഉണ്ട്, മുകളിൽ AC ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ CCTV ക്യാമറ ഉണ്ട്, ഫയർ എക്സ്റ്റിംഗ്വിഷണർ ഉണ്ട്. അങ്ങനെ എല്ലാം വളരെ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതൊരു ടാങ്കിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്ത് 7 വണ്ടേഴ്സ് ഉണ്ടാക്കിയേക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ താങ്ക് യു. നല്ല സംഭവമായിരുന്നു. ഓക്കെ, നൈസായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായി? ഗൈസ്, അപ്പതേ നമ്മൾ അടുത്ത അക്വേറിയത്തിൽ കയറി. ഇത് കാർ അക്വേറിയം. നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള അല്ലേ? ഇത് സിലിണ്ടറിക്കൽ അക്വേറിയം. ഗൈസ്, അപ്പോൾ ആ ഭാഗത്തായിരുന്നു നമ്മുടെ കാറിൻ്റെ അക്വേറിയം. ഇങ്ങാട് വരാൻ നേരത്തെ നമ്മുടെ സിലിണ്ടറിക്കൽ അക്വേറിയമാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഓട്ടർഷട അക്വേറിയമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വളരെ കംഫർട്ടബിളാണ് കേട്ടോ. ആർക്കും വലിയ പ്രയാസങ്ങളൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് കാണാൻ പറ്റുന്ന പരിപാടിയൊക്കെ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തേക്കണം. പിന്നെ എല്ലാ ഫിഷിൻ്റെ പേര്, അതിൻ്റെ വർഗ്ഗത്തിൻ്റെ പേര്, അതിൻ്റെ സ്പെഷ്യാലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത് അറ്റ്ലാന്റിക് ട്രപ്പോൺ എന്ന് പറഞ്ഞു, പാലാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ്. നല്ല വലിയ ഫിഷാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ലെവലിൽ നിന്ന് തന്നെയാണ്.
ഗൈസ് അപ്പോൾ ഇത് കൊളംബിയൻ ഷാർക്കാണ് കേട്ടോ. കൊളംബിയൻ ഷാർക്ക് ഇത് താഴത്താണുള്ളത്, മുകളിലേക്ക് പൊന്തണില്ല. ആ ഗൈസ് അപ്പോഴത്തേ നമ്മൾ ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ്ടവനാ. ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഒരു ഗ്ലാസ് ഇതിൻ്റെ മുകളിൽ കൂടി, പാലത്തിൻ്റെ മുകളിൽ കൂടി പോയാണ്. ഇതെന്ത് ഫിഷായത്? ഗൈസ് അപ്പോഴത്തേ നമ്മൾ അരാപ്പയ്മനെ കണ്ട് ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ചിട്ട് വരികയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി വന്ന് അതായത് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. ഓക്കെ, അപ്പോൾ കുറേ ഫിഷ് ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ എല്ലാത്തിനും ഒന്നും എടുത്തിട്ടില്ല. കഴിയുന്ന എത്രയൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ കാലൊക്കെ വെള്ളത്തിലിട്ട് ഇരിക്കണം കേട്ടാ. ഒരുപാട് മീൻ വന്നിട്ട് നമ്മുടെ കാലുപേര് ഇങ്ങനെ കൊത്തുന്നുണ്ട്. ഭയങ്കര സുഖമാണ്, അടിപൊളിയാണ്, നല്ല രസമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ആൾക്കാരിങ്ങനെ നേരെ തന്നെ ഇരിക്കുകയാണ് കേട്ടാ. നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിൽക്കാട്ടാ. അപ്പൊ നമുക്ക് ചുറ്റിനും ഇങ്ങനെ ഫിഷ് ഉണ്ട്. ഇതൊരു എന്താണ് ഒരു സിലിണ്ടറിക്കൽ എന്താണ് ഒരു അക്വേറിയമാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പൊ ഇടത്ത് നിന്നിട്ട് അവരുടെ വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കണം. ഓക്കെ, പക്ഷെ ചൂടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആ അവിടെ ഇരുന്നാൽ നല്ലതായിരിക്കും. ഇല്ല അവിടെ മറ്റേ ഗൈസ് അപ്പോൾ ഇവിടെ നമുക്ക് ഫിഷ് പായ ഉണ്ട്, അതുപോലെ തന്നെ കുറേ അക്വേറിയങ്ങളുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഐസ്ലാൻഡിലേക്കാണ് പോകണം കണ്ടത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിനി കയറാൻ പോകുന്ന സ്ഥലമല്ല. അപ്പോൾ പോകുകയാണ്. ഓക്കെ, അയ്യോ എൻ്റെ ഓ നല്ല ലൈറ്റ് ഉണ്ടല്ലോ അല്ലേ. ഇത് തണുപ്പത്ത് ഗൈസ് അപ്പോഴത്തേ നമ്മൾ ഫാമിലി ഫോട്ടോ ട്രൈ ചെയ്യാണ്. അപ്പോൾ ഈ ഫാമിലി ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇവിടെ ഫ്രീ ആണ്. പുറത്തേക്ക് പോയിട്ട് നമുക്കൊരു ഫോട്ടോ കാണിച്ചു തരും. അപ്പോൾ ഫോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാം. അപ്പോൾ അവിടെ എഴുത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇൻഡിവിജ്വലി വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സിൽവർ സ്ട്രോമിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടില്ല, അതേപോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ പ്രിയ ഇടിയും കൂടി ഇത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു.
ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള നമ്മുടെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കാർപ്പ്, അതുപോലെ എന്തുണ്ടായിരുന്നു, തെരണ്ടി, അങ്ങനെയുള്ള സംഭവമൊക്കെ കണ്ട. പിന്നെ ഇവിടെ ഫാമിലി ഫോട്ടോ ട്രൈ ചെയ്തു. ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് വരണം. അപ്പോൾ ഒരു മീനിൻ്റെ വായയെ കൂടി പുറത്തേക്ക് വരാനുണ്ട്. അപ്പോൾ ഇതൊരു മീനാണ്, കണ്ട, മീനിൻ്റെ വായയായിരുന്നു അത്. അപ്പോൾ മീനിൻ്റെ വായയെ കൂടി നമ്മൾ പുറത്തേക്ക് വന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇനി ഇവിടെയും ചെറിയ അക്വേറിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെയിൻ ഫോറസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങാടാണ് റെയിൻ ഫോറസ്റ്റ് എഴുതിയേക്കണം. അപ്പോൾ ഇനി അങ്ങാടാണ് പോകുന്നത്. ഈ സമയത്തേ നമ്മൾ റെയിൻ ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. ഇവിടെ ചെറിയ ചെറിയ അക്വേറിയങ്ങളാണ് ഉള്ളത്. അപ്പോൾ അക്വേറിയമൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് റെയിൻ ഫോറസ്റ്റിലേക്ക് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ റെയിനൊന്നും കാണുന്നില്ല, പക്ഷേ ഒരു എന്താണ് ഡൈനോസറിൻ്റെ സ്കെൽട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യ കാലത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ആമയുണ്ടെന്നാണ് എടുത്ത് പറയണം. എടുത്ത് ആമനെ കാണിച്ചു തരികയാണ്. എവിടെയാണ്? ടോർട്ടോയ്സ് സ്ലൈഡർ ആമ. എന്ത് ഫിഷാണോ ഇത്? ഒറിജിനൽ ഗൈസ്. അപ്പോൾ റെയിൻ ഫോറസ്റ്റിലാണ് നമ്മൾ എത്തിയേക്കണം. വെള്ളച്ചാട്ടം, പിന്നെ ആർട്ടിഫിഷ്യൽ മരങ്ങൾ, ഒരു റെയിനിൻ്റെ അല്ലെങ്കിൽ ഒരു കാടിൻ്റെ ഒരു പ്രതീതി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ കൂളറൊക്കെ വെച്ചേക്കുന്ന കാരണം ചൂടും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല തണുപ്പുണ്ട്. ഒരു CCTV ഗൈസ്. അപ്പോൾ നമ്മൾ 5ാമത്തെ പ്ലേസിലെത്തിയേക്കാണ്. അപ്പോൾ നേരത്തെ കണ്ട റെയിൻ ഫോറസ്റ്റിൽ നിന്ന് ആ ഒരു ഭാഗത്തുനിന്ന് അവിടെ ചെറിയ ചെറിയ കുറേ എന്താ പറയുക മത്സ്യങ്ങളും അക്വേറിയമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളിവിടെ എത്തിയേക്കാണ് കേട്ടോ. ഈ ഭാഗമുള്ള സ്ഥലത്തേക്ക് എത്തിയേക്കണം, അടിപൊളി സ്ഥലത്തേക്ക് എത്തിയേക്കണം. അപ്പോൾ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ അക്വേറിയം ഉണ്ട്, ഇതിലുള്ള അക്വേറിയം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇനി പോയിട്ട് എക്സിറ്റിലേക്കാണ് പോകണേന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ഗൈസ്, അപ്പോൾ ഇവിടെ കാണുന്ന അക്വേറിയത്തിലുള്ള ഒരു വലിയൊരു ഫിഷാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഇവിടെ കാണുന്നില്ല, പക്ഷേ സംഭവം ഒരു സൂപ്പർ സാധനം കേട്ടോ. അടലവാലൻ തെരണ്ടി. ഗൈസ്, അപ്പോൾ അടലവാലൻ തെരണ്ടിയാണിത്.
ഇത് മറ്റേ സാധനമാണെന്ന് തോന്നല്ലേ, നമ്മൾ നേരത്തെ കയറിയില്ലേ? അത് തന്നെയാണ്. അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇതല്ല പണ്ടത്തെ നമ്മുടെ പൂർവ്വകാല ആൾക്കാരുടെ കാണുന്നത്. ഇത് മാച്ചാനാണ്, മാച്ചാൻ. ഇതാണ് എന്തിനാണ് വാക്വം ചെയ്യണം. വാക്വം വെള്ളം വെച്ചിട്ട് ആ അഴുക്ക് വലിച്ചിടും. കഴിഞ്ഞ കുട്ടുമ്പ കുട്ടു ഗൈസ്. അപ്പതേ നമ്മൾ നമ്മുടെ അല്ല എന്താണ് എക്സിറ്റിലേക്ക് എത്തിയേക്കണം. ഇത്രയും നേരം നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂറോളം കേട്ടാ ഞങ്ങൾക്ക് അറിയുമ്പോഴാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ലായിരുന്നു. ഇത് എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ. കുട്ടുമ കുട്ടു കുട്ടുമ കുട്ടു കുട്ടുമ കുട്ടു കുട്ടുമ കുട്ടു. ടോളർ വേൺ ഗൈസ്. അപ്പത്തേ നമ്മൾ വയനാട് സോവനിയർ ഷോപ്പിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഞാൻ ഒരു ഓയിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്ന ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധാരണ ഓയിൽ കൂട്ടാണ്, ഓയിലല്ല ഓയിൽ കൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ നിറച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധനം എടുക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഒരുപാട് നാച്ചുറൽ പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് നാച്ചുറൽ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിക്കുന്നുണ്ട്. എന്താ റാഗി, അവൈലി, അതുപോലെ ബാർലി റൈസ്, ബാംബു റൈസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബാംബു റൈസ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ ഇവിടെ വന്ന ബാംബു റൈസ് കിട്ടും. ഈശ്വര കർത്താവേ
ഗൈസ് അപ്പതേ ഇവര് എന്താണ് ഫിഷിനെ പിടിക്കാൻ വേണ്ടി പോയാണ്. ഒരാൾക്ക് 20 രൂപയാണ് ഫിഷിനെ പിടിക്കണതിന്. അപ്പോൾ നമ്മൾ ഫിഷിനെ പിടിക്കാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതേ ഈ നെറ്റൊക്കെ തരും. വീട്ടിൽ അക്വേറിയം ഉണ്ടെങ്കിലും ഇവരാരും മീനെ പിടിക്കാറില്ല, ഇവിടെ വന്നിട്ടാണ് മീനെ പിടിക്കണത്. അപ്പോൾ ഇവർക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ അത് ചെയ്യാണ്. നാളെ തുടങ്ങി ഇവരായിരിക്കും അത് ക്ലീൻ ആക്കാൻ വേണ്ടി ഏൽപ്പിക്കണം. നീ എങ്ങനെ ഇറങ്ങണം, നീ ഒന്ന് പൊക്കണ്ട നനവേണ നേരത്തെ എന്തായാലും ഗൈസ് അപ്പതേ നമ്മുടെ മീനെ പിടിക്കുന്ന പരിപാടി അങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എടുത്ത് എട്ടു അതുപോലെ പ്രിയ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടി മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം രസകരമാണ്. മീനിൻ്റെ കളറും അതുപോലെ ഈ നിലത്തിട്ടേക്കണ മണ്ണിൻ്റെ കളറൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ മീൻ അവർക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. മാത്രമല്ല തിക്കും തിരക്കൊക്കെ ആകുമ്പോൾ മീൻ നല്ല അടിപൊളി ഫാസ്റ്റായിട്ടൊക്കെ ഓടിക്കളയാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല. പതുക്കെ പതുക്കെ കൊണ്ടോ നിങ്ങൾ തിരക്ക് പിടിക്കില്ല. തിരക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഓടിപ്പോവില്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? മറ്റേ മിററോട് വന്നു പോയില്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയില്ലേ? ഈ അമ്മ വരുന്നുണ്ടോ? കഴിക്കണല്ലേ? കഴിക്ക് കഴിക്ക് കഴിക്ക്, പേടിക്കണ്ട. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഇതൊന്ന് വിടർത്തിയേ. ഇതെന്തുട്ടാ കൊത്തിത്തിനാണ് എൻ്റെ തലേന്ന്? ഇത് മക്കാവു ആണോ ചേച്ചി? ഇത് മക്കാവു ആണോ ഈ പക്ഷി? അത് മക്കാവു. അപ്പം ഇതെന്തുവാ? പൈനാപ്പിൾ നല്ല ഐറ്റാണോ? ആണല്ലേ? പൈനാപ്പിൾ കുനൂറല്ലേ? മക്കാവ് എവിടെ? മക്കാവ് അവിടെയാണല്ലേ ഗൈസ്. അപ്പോൾ എൻ്റെ തലയിലും കയ്യും മേലൊക്കെ കയറിയിരിക്കാനായിട്ട് നോക്കി ഞങ്ങളിങ്ങനെ ബേർഡ്സ് പാർക്കിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ തലയിൽ നിന്ന് എന്തുട്ടാ കൊത്തി തിന്നണ? ഇത് കണ്ടോ എൻ്റെ തലയിലെ പേന നോക്കണേ. അപ്പോൾ എൻ്റെ തല കഷണ്ടിയാണ്. കഷണ്ടിക്കകത്ത് പേനൊന്നുമില്ല. പക്ഷേ ഈ പക്ഷി ഇത് എന്തുകൊണ്ടാണ് പൈനാപ്പിൾ കുനൂർ എന്നാണ് ഇതിനെ പറയണത്. അപ്പോൾ അത് ഇത് നമ്മുടെ തലയിൽ കയറിയിരുന്ന് നോക്കി എൻ്റെ തലയിലെ പേന നോക്കിക്കൊണ്ടിരിക്കുക. ഇത് പോണില്ല കേട്ടോ. ഇത് എന്നെ ഇഷ്ടപ്പെട്ടു എന്നോ. ഇതെൻ്റെ കൂടെ പോരും. സൂപ്പർ. ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എടുക്കാൻ പറ്റും എനിക്ക് ഗൈസ്. എൻ്റെ തലയിൽ രണ്ട് ബേഡ്സ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലയിൽ പേനൊന്നും ഇല്ലല്ലോടോ. നോക്കിയേ, നോക്കിയിട്ട് പേനൊന്നും കാണാറില്ലല്ലോ. ഇവൻ പോണില്ലാട്ടെ, വന്ന് എൻ്റെ തലയിൽ തന്നെ ഇരിക്കും.
കൈമേലോട്ട് ഞങ്ങളതേ 3 പേരുടെ തലമ്പേലി ഇല്ലല്ല ഒന്നും. അങ്ങനെ എൻ്റെ തല ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണമൊക്കെയാണ് വന്ന് കഴിച്ചത് കേട്ടോ. യേസ്. ഇതേ അടുത്ത പറന്ന് വന്നിരിക്കണതൊക്കെ എടുത്തുട്ടാ. ഇതേടോ ഇതാണ്ടോ പറന്ന് വന്നിരിക്കണ. പൂച്ചക്കുഞ്ഞിരി നോക്കിയെടുത്ത് അറിയില്ലേട്ടാ. ഇത് വേറെയാ, മറ്റേതിറങ്ങിപ്പോയി. അല്ല ഗോൾഡൻ ഗൈസ്. അപ്പോഴത്തേ നമ്മൾ മറൈൻ വേൾഡിലുള്ള ബേർഡ്സ് പാർക്കിലാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീഡ് ചെയ്യാം, അതുപോലെ തന്നെ മക്കാവ് പക്ഷികളെ കയ്യിലെടുക്കാം, അതുപോലെ പാമ്പുണ്ട്, പാമ്പിനെ കയ്യിലെടുക്കാം. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവർ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് തരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഷുഗർ ഗ്ലൈഡർ ഉണ്ട്, അതുപോലെ എന്താണ് ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ. നല്ല നല്ല കുറേ നല്ല ബേർഡ്സ് ഉണ്ട്, അതുപോലെ ഫിഷ് ഉണ്ട്. അപ്പോൾ അത് കാണാം, നല്ല രസമാണ്. അപ്പോൾ അവർ എന്നെ വിളിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. ചെന്ന് നോക്കട്ടെ. മുകളിലേക്ക് ഇടണോ അല്ലേ? ഓർഡറി ഇല്ല, അതൊരുത്തൻ കണ്ടിട്ടുണ്ട്. ആകുമ്പോൾ അധികം എടുക്കണം. നോക്കി അതുകൊണ്ട് നോക്കി. അടുത്തത് ഗൈസ്. അപ്പോൾ അരാപ്പൈമ 1 2 3 4 5 6 വലിയൊരായിപ്പം അരാപ്പൈമ കേട്ടോ. അപ്പോൾ എഡു വീടിയൊക്കെ അതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ഫീഡ് ചെയ്യണ ഈ കാണാം. അതുപോലെ തന്നെ ചെറുതും ഉണ്ട് കേട്ടോ, ചെറുതുണ്ട്. പക്ഷെ ഇത് ഭയങ്കര കിടിലാണ് കേട്ടോ, ഭയങ്കര കില്ലാടി സാധനമാണ്. നോക്കി ആകുമ്പോൾ ചാടി പിടിക്കണ നോക്കി, ഒരു രക്ഷയില്ല. ഇത് വലുതൊക്കെ ഇങ്ങോട്ട് വന്നു നോക്കി.
അതിന് അവിടെ ഇട്ട് കൊടുത്താൽ അതിന് ഇതാവില്ല. അതുകൊണ്ടാ ഹലോ ഗൈസ്. അപ്പോൾ ബേഡ്സ് പാർക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ള നല്ലൊരു സംഭവമായിരുന്നു. മീനുണ്ടായിരുന്നു, പാമ്പുണ്ടായിരുന്നു, മക്കാവ് പക്ഷി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ അങ്ങനത്തെ പേരൊക്കെ ഉള്ള പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ തലയിൽ വന്നിരുന്നിട്ട് സാധനം പോകുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളി സംഭവമായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. എങ്ങനെ ഉണ്ടായി ഇടൂ? കൊള്ളായിരുന്നല്ലോ അല്ലേ? പ്രിയ എങ്ങനെ ഉണ്ടായി? വീടിച്ച് എങ്ങനെ ഉണ്ടായി? സൂപ്പർ. Again, welcome back to a brand new episode of Trip with Shinil. Guys, അപ്പോൾ നമ്മൾ ഇന്ന് മറൈൻ വേൾഡിലുള്ള നമ്മുടെ യാത്ര കഴിയുകയാണ്. നമ്മൾ മറൈൻ വേൾഡിൽ അക്വേറിയം വിസിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ATV സ്കൂട്ടർ. അങ്ങനെ അവിടെ റൈഡിന് റെഡി ആയിട്ട് ATV സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ എഡൂന് ഇടിക്കൊക്കെ വളരെ വലിയൊരു ആഗ്രഹം ഇതിൻ്റെ മുകളിൽ കയറി ഒന്ന് ട്രാവൽ ചെയ്യണമെന്ന്. അപ്പോൾ ഇതിന് 100 രൂപയാണ് അവർ ഈടാക്കുന്നത്. 100 രൂപയ്ക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് ആ വഴി കൂടി തിരിച്ച് ഇപ്പുറത്തേക്ക് എത്തും. അപ്പോൾ നമുക്കിത് റൈഡ് ചെയ്യാം. കൂടെ അവർ നമ്മുടെ കൂടെ കയറും. അല്ല നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ നമുക്ക് മാത്രമായിട്ട് അവർ നമുക്ക് ഈ വണ്ടി തന്നുവിടും. അപ്പോൾ ആദ്യം തന്നെ പ്രിയ നമ്മുടെ വണ്ടി കയറിയാണ്. പ്രിയതേ വണ്ടി ചീറ്റിച്ച് അങ്ങോട്ട് പിടക്കാണ്. ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് പോരെയാണ്. ആൾക്ക് സ്കൂട്ടറൊക്കെ ഓടിച്ച് പരിചയമുള്ളത് കാരണം ആദ്യം ഒന്ന് തപ്പിത്തടഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് സംഭവം അങ്ങോട്ട് പോയാണ്. അപ്പോൾ ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെഹിക്കിൾസ് അവിടെ അവൈലബിൾ ആണ്. ATV സ്കൂട്ടേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഈ കാണുന്ന ഈ വില്ലേജ് ഏരിയയിൽ കൂടി ഇങ്ങനെ കൂടിയൊക്കെ പോയിട്ട് ആ ഒരു നമ്മുടെ ബീച്ചിന്റെ സൈഡിൽ കൂടിയൊക്കെ വെള്ളത്തിൽ കൂടിയൊക്കെ ചാടിച്ച് അടിപൊളിയായിട്ട് ഇവിടെ ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു ATV സ്കൂട്ടർ റൈഡാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് 200 രൂപയും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ 100 രൂപയാണ് ഉള്ളത്. അപ്പോൾ പ്രിയം ഈ ഇടത്തും കൂടി ഒരു പോക്ക് പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈടിക്ക് ഒറ്റക്ക് റൈഡ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം. അങ്ങനെ അവൾ കയറി. അവളുടെ കൂടെ ഒരു ചേട്ടൻ കൂടി കയറിയിട്ട് അങ്ങനെ സ്പീഡിൽ അങ്ങനെ പോവുകയാണ്. ആൾക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നീല ATV സ്കൂട്ടറിൽ നല്ല അടിപൊളി കിണ്ടം കാച്ചി ഒരു പോക്കാണ് അങ്ങനെ പോയത്. ഈ കാണുന്ന ചൂളമരത്തിന്റെ ഇടയിൽ കൂടിയൊക്കെ പോയിട്ട് ആ കാണുന്ന വഴിയിലൂടെ തിരിച്ച് അതിവേഗം ബഹുദൂരം പിന്നിലാക്കി കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈടിക്ക് വീണ്ടും കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എഡുവാണ് ഒളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എഡുവിനെ തള്ളി പറഞ്ഞു വിട്ടു. അങ്ങനെ എഡുവും കയറിക്കൊണ്ടിരിക്കുകയാണ്. അവനും ആ ഒരു നീല ATV സ്കൂട്ടറിൽ തന്നെയാണ് കയറിയത്. മറ്റ് ATV സ്കൂട്ടറുകളൊക്കെ വേറെ ആൾക്കാർ ഓടിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ATV സ്കൂട്ടറാണ് കിട്ടിയത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സ്കൂട്ടറൊക്കെ ഓടിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സൈക്കിളൊക്കെ ചവിട്ടാൻ കഴിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ATV സ്കൂട്ടറൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പാർക്കിലൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ അത് വലിയൊരു ഗുണകരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടിക്ക് വീണ്ടും ഒന്ന് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടി വീണ്ടും കയറി. ഞങ്ങൾ വീണ്ടും ബീച്ചിൽ ചെന്നപ്പോൾ അവിടെയും ATV സ്കൂട്ടർ ഉണ്ടായിരുന്നു ഇവരുടെ തന്നെ. അവിടെ 200 രൂപയാണ്. അപ്പോൾ ആ 200 രൂപയ്ക്ക് നമ്മൾ വീണ്ടും ഒരു റൈഡും കൂടി അവിടെയും ചെയ്തായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഒരു 3ാമത്തെ റൈഡ് ആയപ്പോഴേക്കും നല്ല ഫാസ്റ്റിൽ ഓടിച്ചെത്തുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് ആ ATV സ്കൂട്ടറൊക്കെ ഓടിച്ചിട്ട് ഞങ്ങൾ പോന്നു. അതിനുശേഷം ഞങ്ങൾ ചാവക്കാട് ബീച്ചിലേക്കാണ് പോയത്. ആനക്കോട്ടൊക്കെ പോകാനായിരുന്നു പ്ലാനെങ്കിലും അത് നടന്നില്ല. ചാവക്കാട് ബീച്ചിലേക്ക് പോയി. ഗൈസ്, അപ്പോൾ ഇപ്പം മറൈൻ വേൾഡിൽ നമുക്ക് റേറ്റ് കുറവാണ്. 400 രൂപയാണ് നമുക്ക് ഒരാൾക്ക് കയറുന്നതിൽ. ഒരു എത്രയാണ് 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. 60 വയസ്സിന് മുകളിൽ 350 രൂപ. അതുപോലെ എന്താണ് ചെറിയ കുട്ടികളാണെങ്കിൽ 250 രൂപ. അതായത് 10 വയസ്സിന് താഴെ. 10 വയസ്സ് തുടങ്ങി 60 വയസ്സ് വരെ 400 രൂപയാണ് ചാർജ് ചെയ്യണം ഇപ്പം കേട്ടോ. പിന്നെ അവിടെ ഇപ്പോൾ പുതിയതായിട്ട് എന്താണ് വണ്ടേഴ്സ് ഓഫ് സെവൻ വണ്ടേഴ്സ് അണ്ടർ ദ വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് 250 രൂപ. അപ്പോൾ അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. നല്ല സംഭവമായിരുന്നു അല്ലേ ഇടി? യെസ്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ബേഡ്സ് പാർക്കിൽ പോയി. പിന്നെ ഞങ്ങൾ 60D കണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ പല സാധനങ്ങളും കണ്ടു. ഇവിടുത്തെ ഒട്ടുമിക്ക സാധനങ്ങൾ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവസാനം ATV റൈഡ് വരെ ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഫുൾ എൻജോയ്മെൻറ്റിൽ ഞങ്ങളുടെ മറൈൻ വേൾഡിലുള്ള വിസിറ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.